കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേരെ ഇനിയും കാണാനുണ്ട്. അവർക്കായി തിരച്ചിൽ തുടരുകയാണ്. 5 പേർ ഇപ്പോഴും മണ്ണിൻ്റെ അടിയിലാണെന്നാണ് സൂചന. അപകടത്തിൽ ഇതുവരെ 3 മരണമാണ് സ്ഥിരീകരിച്ചത്. അതേസമയം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് സന്ദർശിക്കും. വിവരങ്ങളുമായി ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, ഏതായാലും ഇന്ന് രാവിലെ 8 മണി മുതലാണ് തെരച്ചിൽ പുനരാരംഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴെങ്ങനെയാണ് മണ്ണ് എത്രത്തോളം നീക്കാൻ കഴിഞ്ഞു? ഏതെങ്കിലുമൊക്കെ പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ ഇപ്പോൾ ഈ കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട്? സിജു, കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് 5 പേരെയാണ് ഇനി കണ്ടെത്തേണ്ടതുള്ളത്. വിക്രം റാണ, രാഹുൽ, മുഹമ്മദ് ഇമ്രാൻ, അതുപോലെ തന്നെ രാകേഷ്, അസറുദ്ദീൻ എന്നീ 5 പേരെയാണ് ഇപ്പോൾ മിസ്സിംഗ് എന്ന് പറയുന്നത്. ഈ 5 പേർക്കായുള്ള തിരച്ചിലിലാണ് ഇപ്പോൾ ദൗത്യസേനയുള്ളത്. 4 സംഘങ്ങളായിട്ടാണ് ദൗത്യസേന തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ പുഴയുടെ താഴ്ഭാഗത്തേക്ക് അല്ലെങ്കിൽ മണ്ണ് ഇടിഞ്ഞു വന്ന താഴ്ഭാഗത്താണ് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുതിയ ആളുകളെ ഒന്നും മണ്ണിനടിയിൽ നിന്നും പുതിയ ആളുകളെ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതായത് ഈ 5 പേരിൽ ആരെയും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്ന് 8 മണിയോടുകൂടിയാണ് NDRF സംഘം തിരച്ചിൽ ആരംഭിച്ചത്. ഈ താഴ്ഭാഗത്ത് ഒരു മൃതശരീരം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതുവരെ അത് മുകളിലേക്ക് എത്തിച്ചിട്ടില്ല. എന്തായാലും ആ ഭാഗത്താണ്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്താണ് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് ഒരു മൃതശരീരം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചേട്ടാ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് പറയും? ഇപ്പോഴത്തെ അവസ്ഥ 5 ബോഡി കിട്ടാണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് പോയിട്ട് അവിടെ ഡോഗ് അതിനെ ശബ്ദം ഉണ്ടാക്കുകയും അവിടെ തെരച്ചിൽ നടത്തുകയാണ് ഈ സമയത്ത് നടത്തുന്നത്. അവിടെ ആൾക്കാരും JCB 2 JCB അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ 2 JCB അവിടെ ഇപ്പം തൽക്കാലം നിർത്തി വെച്ചിട്ടുള്ള ബോഡി ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ അവിടത്തേക്ക് പിന്നെ ആൾക്കാരും അതിൻ്റെ പ്രവർത്തകരൊക്കെ പോയിട്ടുള്ളൂ. സിജു, ഇവിടെയുള്ള ഒരു ദൗത്യസേനയിലെ ഒരാൾ പറഞ്ഞതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധനയെ ആ ഭാഗത്ത് മൃതശരീരം ഉണ്ട് എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നതിനാൽ അവിടെ JCB ഇപ്പോൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുകയാണ്. എന്തായാലും പ്രവർത്തനം ഊർജിതമായി അല്ലെങ്കിൽ തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുൻമന്ത്രി K. രാജൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ ഇവിടെ വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് മറ്റ് വിവാദങ്ങൾക്കൊന്നുമില്ല, ഇപ്പോൾ വിവാദങ്ങൾക്കല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് വിവാദങ്ങളല്ല, മറിച്ച് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഈ മണ്ണ് എത്ര ശതമാനത്തോളം നീക്കിയിട്ടുണ്ടാകണം? കാരണം ഈ 5 പേരെ കണ്ടെത്തണമെങ്കിൽ ഈ മണ്ണ് മുഴുവനും മാറ്റേണ്ടതായ ഒരു സാഹചര്യമാണ്. എത്ര സമയം എടുക്കും? എന്താണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ പറയുന്നത്? ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടോ നിലവിൽ? ഈ മണ്ണ് മാറ്റണമെങ്കിൽ ആവശ്യമായ ഉപകരണങ്ങൾ, വാഹനങ്ങളെല്ലാം ആവശ്യത്തിന് ഇവിടെ എത്തിച്ചിട്ടുണ്ടോ? സിജു, മണ്ണ് മുഴുവനായും മാറ്റാൻ ഇന്ന് വൈകുന്നേരത്തോടെ കഴിയില്ല എന്നാണ് കലക്ടർ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മണ്ണ് മുഴുവനായും മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലാണ്. പരമാവധി ടൗൺഷിപ്പിൽ നിന്നും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടൗൺഷിപ്പിൻ്റെ പണിയൊക്കെ നിർത്തിവെച്ച് അവിടെ നിന്നും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പരമാവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി K. റഫീഖ് ഇപ്പോൾ സ്ഥലത്തുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു നിലവിലെ സ്ഥിതി? എന്താണ്? അല്ല, ഇവർ നിലവിലെ സ്ഥിതി വെച്ച് കുറെ കൂടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, മണ്ണ് വലിയ രൂപത്തിൽ ഇടിഞ്ഞതാണ്. പക്ഷേ ഈ വഴിയിലുള്ള മണ്ണൊഴികെ ഈ സൈഡിലൊക്കെ വന്നിട്ടുള്ള മണ്ണുകളൊന്നും നിലവിൽ നീക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ പൊതുവിൽ എല്ലാവരും ഈ രക്ഷാപ്രവർത്തനത്തിനും ദുരന്ത നിവാരണ പ്രവർത്തനത്തിനും സഹകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എല്ലാവരും ആ നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. തുടരുന്നു അങ്ങനെ തന്നെ ചെയ്യാനാണ് ഞങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ കുറച്ചുകൂടെ ഏകോപനം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയൊരു ദുരന്തമുണ്ടായാൽ കൃത്യമായ ഏകോപനം ഉണ്ടാവാറുണ്ട്. ആ നിലയിലുള്ള ഏകോപനം ഇവിടെ കാണുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മണ്ണുൾപ്പെടെ നീക്കിയാലാണ് എത്ര പേർ അതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ റോഡിലെ മണ്ണ് മാത്രമാണ് നീക്കപ്പെട്ടിട്ടുള്ളത്. 2 സൈഡിലുള്ള മണ്ണുണ്ട്. അത്തരം കാര്യങ്ങൾ നീക്കിയിട്ടില്ല. അത് അടിയന്തരമായി നീക്കണം. അതിനൊക്കെയുള്ള ഒരു ഏകോപനം കുറെ കൂടെ ശക്തിപ്പെടുത്തണം. എല്ലാ പിന്തുണയും പ്രതിപക്ഷ പാർട്ടികൾ എന്ന നിലയിൽ നമ്മളെല്ലാ ഭാഗത്തുണ്ട്, സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തുണ്ട്, CPMൻ്റെ ഭാഗത്തുണ്ട്. എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ കുറെ കൂടെ ഏകോപനം അനിവാര്യമാണ്. ഉപകരണങ്ങൾ
എത്തിക്കണം. അതെ, അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ എത്തിക്കേണ്ട സർക്കാരാണ്. അത്തരം സംവിധാനങ്ങൾ എത്തിക്കണം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ റോഡ് ക്ലിയർ ചെയ്യുന്ന വർക്കാണ് പ്രധാനമായും നടന്നത്. അത് പ്രധാനം തന്നെയാണ്. പക്ഷേ രണ്ട് ഭാഗത്തും മാറിയിട്ടുള്ള മണ്ണുണ്ട്. ആ മണ്ണുകൾ നീക്കം ചെയ്താലാണ് എത്ര പേർ അതിൻ്റെ ഉണ്ട് എന്നുള്ള വ്യക്തമാവുള്ളൂ, മറ്റു കാര്യങ്ങളൊക്കെ വ്യക്തമാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും ആ പ്രവർത്തനം വേണ്ടത്ര സ്പീഡായി നടക്കുന്നില്ല. സ്പീഡായി നടക്കണം. അതിനുള്ള സംവിധാനങ്ങൾ സർക്കാരാണ് ഉറപ്പുവരുത്തേണ്ടത്. അതിൻ്റെ ഏകോപനക്കുറവാണ് പൊതുവിൽ കാണുന്നത്. ആ ഏകോപനം ഉണ്ടാവും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമാണ്. ഇതിലും വേഗത്തിൽ, അതായത് മറ്റ് സന്നദ്ധ സംഘടനകളടക്കം വലിയ തോതിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇവിടെ സന്നദ്ധ പ്രവർത്തകരെല്ലാം ഇപ്പോഴും പ്രവർത്തിക്കാൻ തയ്യാറായി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഉപയോഗപ്പെടുത്തി ഒരു ഏകോപനം ഉണ്ടാക്കുക എന്നുള്ള പ്രധാനമാണ്. വലിയ ദുരന്തമാണ് ചൂരൽമല മുണ്ടക്കൈയിൽ ഉണ്ടായത്. ആ സമയത്ത് വലിയ രൂപത്തിലുള്ള ഒരു ഏകോപനം കൃത്യമായി ഉണ്ടായതിൻ്റെ ഭാഗമായി എല്ലാ സംവിധാനത്തെയും കൃത്യമായി തന്നെ അവിടെ സന്നദ്ധ സംഘടനകളെയും മറ്റുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്താൻ സാധിച്ചു. ആ നിലയിലുള്ള ഏകോപനത്തിലുള്ള കുറവ് ഇവിടെ ഇപ്പം കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രദേശത്ത് കെട്ടിക്കിടക്കുന്ന ആ മണ്ണ് നീക്കാനുള്ള പ്രവർത്തനമാണ് അടിയന്തരമായി നടത്തേണ്ടത്. അതിൻ്റെ അടിയിൽ എന്താണ് സ്ഥിതി എന്ന് അറിയണമെങ്കിൽ അതിൽ എത്ര പേരെന്നുള്ളതിൽ തന്നെ അവ്യക്തതയുണ്ട്. കാരണം ഇവിടെ 5 പേരുടെയാണ് കൊങ്കൺ അവരുടെ ഭാഗമായി പറഞ്ഞത്. പക്ഷേ അല്ലാത്തവരുണ്ടോ, എങ്ങനെയാണ് സ്ഥിതി എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതറിയണമെങ്കിൽ ഇതിൻ്റെ പരിശോധന കുറേ കൂടെ ഫലപ്രദമാക്കണം. ഇതിൽ വേറെ തരത്തിലൊരു വിമർശനം ഉന്നയിക്കുകയല്ല, പക്ഷേ കുറേ കൂടെ ഫലപ്രദമായി. ഞാൻ തന്നെ ഇപ്പോൾ കലക്ടറോട് സംസാരിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ഏകോപനക്കുറവ് നിലനിൽക്കുന്നുണ്ട്. ആ ഏകോപനം ശക്തിപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായി തന്നെ അത്തരം പ്രവർത്തനം നടത്തണം. സിജു, ഇതാണ് നമ്മൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ശരി ജോഷൽ, ഏതായാലും അത് ഏകോപനം ഇല്ലായ്മ വലിയ തരത്തിൽ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് അടക്കം പറയുകയും ചെയ്തത്.